ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1935. ഇന്ന് ഏപ്രിൽ മാസം 18-ാം തീയതി 108-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ വെള്ളിയാഴ്ചയാണ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ കുരിശിൽ നിന്നുള്ള യേശുവിന്റെ 7-ാമത്തേതും അവസാനത്തേതുമായ തിരുമൊഴിയാണ്. ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു എന്ന് വിശുദ്ധനായ മത്തായി ശ്ലീഹായും മർക്കൂസും എഴുതുന്നു. എല്ലാം പൂർത്തിയായി എന്ന് വിശുദ്ധനായ യോഹന്നാനും എഴുതുന്നു. അങ്ങനെ അവർ യേശുവിന്റെ അന്തിമൊഴിയെ അവതരിക്കുമ്പോൾ ഈ വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷകൻ യേശുവിന്റെ മരണത്തിന്റെ മറ്റൊരു മാനം വ്യക്തമാക്കുന്ന ഗുരുമൊഴി രേഖപ്പെടുത്തുകയാണ്. യേശുവിന്റെ മരണം ആത്മസമർപ്പണമാണ്. കർത്താവിലുള്ള ആശ്രയം ഏറ്റുപറയുന്നു. പിതാവാം ദൈവത്തിലെ അഭയശിലയായി ശക്തി ദുർഗമായി ചിത്രീകരിക്കുന്ന 31-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. എല്ലാം തല്ലി തകർക്കുന്ന പ്രലോഭനങ്ങളുടെ രൂക്ഷതയും ചുട്ടുചാമ്പലാക്കുന്ന പീഡനങ്ങളുടെ ഭീകരതയും യേശു വിജയകരമായി തരണം ചെയ്തു. പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി. പിതാവിൽ നിന്ന് വന്നവൻ പിതാവിലേക്ക് മടങ്ങുന്നു. യേശുവിന്റെ മരണത്തിന് നൽകുന്ന ഹൃദയഹാരിയും ഏവർക്കും അനുകരണീയമായ ഒരു ചിത്രമാണിത്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും ഒടുവിൽ ഞാൻ എവിടേക്ക് പോകുന്നുവെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. പലപ്പോഴും നമുക്കാർക്കും അത് ഇല്ലാതെ പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും ദുരിതവും ദുരന്തവുമൊക്കെ. പഴയ നിയമത്തിലെ സാറായി എന്നെടുത്താൽ മതി. സാറായിയുടെ സന്നിധിയിൽ നിന്ന് ഹാഗാർ ഇങ്ങനെ പിണങ്ങിപ്പോകുന്നുണ്ട്. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദം ഹാഗാറിന്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഹാഗാറെ, നീ എവിടെ നിന്നാണ് വന്നത്? നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? കുറെ കൂടി അവനവന്റെ ജീവിതത്തിൽ ഒരു വ്യക്തത വരുത്താനായിട്ട് നമ്മുടെ കർത്താവ് ക്രൂശിലെ മൊഴികളിലൂടെ നമ്മളെ ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ചെടുക്കുകയാണ്. ഓരോ വ്യക്തിക്കും ഇതുപോലെ പറയാനായിട്ടും കഴിയണം. മരണം ശൂന്യതയിലേക്കുള്ള ഒരു വീഴ്ചയല്ല, പിതാവിന്റെ കരങ്ങളിലേക്ക് നടത്തുന്ന സമർപ്പണമാണ്. നമ്മെ സ്വീകരിക്കാൻ നീട്ടിയ കരവുമായി കാത്തു നിൽക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് യേശു നമുക്ക് ഉറപ്പു നൽകുന്നു. ധൂർത്തപുത്രന്റെ മടങ്ങിവരവിൽ സന്തോഷിച്ച് വിരുന്നൊരുക്കുന്ന പിതാവിന്റെ കഥ നമ്മൾ മറന്നുപോകരുത്. പറഞ്ഞു വരുന്നത് വലിയ വെള്ളിയാഴ്ച അത് ദുഃഖത്തിൻ്റെതാണ്. ശരിക്കും അത് സന്തോഷത്തിൻ്റെയും കൂടിയാണ്. എല്ലാത്തിനും അപ്പുറത്തൊരു സാധ്യതയുണ്ടെന്നും ഒരു പുതിയ ആരംഭം, ഒരു പുതിയ തുടക്കമുണ്ട് എന്നും അതിനുവേണ്ടി നമ്മളൊരു 3 ദിവസം ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരുമെന്നൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരാജയപ്പെട്ടവന്റെ നിലവിളിയല്ല ക്രൂശിൽ മുഴങ്ങിക്കേട്ടത്, മറിച്ച് വിജയിച്ചവന്റെ അവന്റെ നിലപാടുകളാണ്, അവന്റെ ആത്മബലമാണ്. അതാണ് നമ്മളെ ഇനി നയിക്കേണ്ട പ്രകാശവും പാതയും നിലപാടുകളുമൊക്കെ. ആമേൻ.